ഹലോ ഫ്രണ്ട്സ്, കട്ടുവിയറിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫാണല്ലോ അല്ലേ? ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അവശ്യ ഘടകമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ മാസ്ക്. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് ഒരു വെറൈറ്റി മാസ്കും കൂടെ തയ്യാറാക്കുകയാണ്. അപ്പോൾ അതും കൂടെ നിങ്ങളെല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ടുണ്ടാവണം എല്ലാവരുടെയും. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന മാസ്ക് തുണി ബനിയൻ പീസാണ്. ആ ബനിയൻ പീസിലേക്ക് നമുക്ക് ആവശ്യമുള്ള അളവിലുള്ള, അതായത് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് 11 ഇഞ്ച് 9 ഇഞ്ച് രണ്ടെണ്ണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ അളവുള്ള പാത്രം ആ തുണിയിലേക്ക് കമത്തിയിട്ട് ചോക്ക് പീസ് കൊണ്ട് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ആ ഒരു ചുറ്റളവ്. അതിന് ശേഷം ആ ചുറ്റളവ് കംപ്ലീറ്റ് ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ ചീത്ത വശവും നല്ല വശവും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. 4 സൈഡും നമുക്ക് 4 പീസായിട്ട് മുറിക്കേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് 4 സൈഡും നമുക്ക് റോങ് സൈഡ് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിന് ശേഷം അത് രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. വീണ്ടും അത് ഒന്നുകൂടെ മടക്കുക. അപ്പോൾ 4 പീസായിട്ട് നമുക്കത് മടക്കി കൊടുക്കാം. മനസ്സിലായല്ലോ? അങ്ങനെ മടക്കി കൊടുത്ത പീസ് ഫോൾഡിംഗ് ആണ്. ഈ സൈഡ് 2 സൈഡും ഫോൾഡിംഗ് ആണ്. ആ ഫോൾഡിങ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടല്ലോ? കട്ട് ചെയ്ത ശേഷം നമുക്ക് 4 പീസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് 4 പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ റോങ് സൈഡ് നമ്മൾ എപ്പോഴും മുകളിൽ വരും. അപ്പോൾ നല്ല വശവും ഒരുമിച്ച് വെച്ച്, ഉണ്ടല്ലോ, ഒരുമിച്ച് വെക്കുക. റോങ് സൈഡ് എപ്പോഴും മുകളിലായിരിക്കും. അതേപോലെ മറ്റേ പീസും നല്ല വശവും റെഡിയാക്കി വയ്ക്കുക. നല്ല സൈഡ് സെറ്റ് ചെയ്ത് വെച്ച ആ പീസ് രണ്ടും കൂടെ അത്രയും ഒരു ഗ്യാപ്പിൽ, പ്രഷർ ഫുട്ട് ഗ്യാപ്പിൽ ജോയിൻ ചെയ്തെടുക്കണം. 2 പീസും അതുപോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കുക. 2 പീസും നമ്മൾ ആ പറഞ്ഞ രീതിയിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ? ആ ജോയിൻ ചെയ്തെടുത്ത ശേഷം നമുക്കതൊന്ന് തിരിച്ചെടുക്കണം. ആ സൈഡൊന്ന് ഉള്ളിലേക്കാക്കി ഒന്ന് തിരിച്ചെടുത്തതിന് ശേഷം 2 പീസും തിരിച്ചെടുത്ത് വെച്ചിട്ട് നല്ല വശവും കൂടെ ഒരേപോലെ വരുന്ന രീതിയിൽ 2 പീസും ഒരേപോലെ ഇട്ട് കൊടുക്കുക. ക്ലിയർ ആണല്ലോ? ഉണ്ടോ? 2 പീസും നല്ല സൈഡ് ഒരേപോലെ വരുന്ന സ്റ്റിച്ചിങ്ങൊക്കെ കറക്റ്റായിട്ട് കിട്ടണം. ഇതേപോലെ വരുന്ന ശേഷം ഈ 2 മൂലകളും വിട്ടിട്ട് ബാക്കി സൈഡ് ഫുള്ള് നമുക്കൊരു സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, 2 മൂലകളും വിട്ടതിന് ശേഷം നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആ ഒരു ഗ്യാപ്പിൽ കൂടെ, ഒരു മൂലയിൽ കൂടെ നമുക്കത് തിരിച്ചെടുക്കാം. നമ്മളത് മറിച്ചിട്ടു. അതിന് ശേഷം ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് നമുക്ക് കൊടുക്കാം. അതായത് പതിച്ചൊന്ന് അടിച്ചു കൊടുക്കാം. പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം നമുക്ക് ആ 2 മൂല, അതായത് വള്ളിയിടുന്ന 2 മൂല ഒരു 1/2 ഇഞ്ച് വെച്ച് ഉള്ളിലേക്ക് ഇട്ട് തയ്ച്ചു കൊടുക്കാം. അങ്ങനെ തയ്ച്ച ഗ്യാപ്പിൽ കൂട്ടിയിട്ട് നമുക്ക് വള്ളിയോ ഇലാസ്റ്റിക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാസ്ക് റെഡി.